നമസ്കാരം. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. 2025 വർഷത്തെ വിഷു ഫലങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ പരമ്പരാഗത രീതിയിൽ തന്നെയാണ് വിഷു ഫലങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം മറ്റ് സാധാരണയായിട്ട് കേൾക്കുന്ന പ്രവചനങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടാണ് ഇത് അനുഭവപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പരമ്പരാഗത രീതിയിൽ പഴയ കാലത്ത് നമ്മൾ വിഷുഫലം എഴുതി വായിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, ഏകദേശം അതനുസരിച്ചാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതാണ് നമ്മൾ പഠിച്ച ഒരു രീതി അനുസരിച്ച്. അപ്പോൾ നമുക്ക് ആദ്യം അശ്വതി നക്ഷത്രക്കാരുടെ ഫലമാണ് ഈ വീഡിയോയിൽ നോക്കാനുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാം. മീനശനി, ഇടവ വ്യാഴം, കൊല്ലവർഷം 1200, മേടമാസം 1-ാം തീയതി, തിങ്കളാഴ്ച ഉദയത്തിന് മുമ്പ് 7 നാഴിക 25 വിനാഴികയ്ക്ക്, ചോതി നക്ഷത്രം, തുലാക്കൂറും കൃഷ്ണപക്ഷ പ്രഥമതിഥിയും വരാഹക്കരണവും വജ്രനാമ നിത്യയോഗവും കൂടിയ സമയം മേട വിഷു സംക്രമം. അതായത് 2025 ഏപ്രിൽ 14-ാം തീയതി പുലർച്ചെ 3:21 മേട വിഷു സംക്രമം സംഭവിക്കുന്നത്. അതായത് സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് കടക്കുന്ന സമയമാണ് നമ്മൾ ഈ വിഷു ആചാരമായിട്ട് കൊണ്ടാടുന്നത്. അതായത് മേടമാസം തുടങ്ങുന്ന ദിവസം. അപ്പം 13-ാം തീയതി രാത്രിയിൽ അല്ലെങ്കിൽ 14-ാം തീയതി രാത്രി അവസാനിക്കുന്നതിന് മുമ്പ്, പുലർച്ചെ നേരം വെളുക്കുന്നതിന് മുമ്പാണ് വിഷു സംക്രമം നടക്കുന്നത്. പക്ഷേ തൊട്ടടുത്ത പകൽ വരുന്നത് 14-ാം തീയതി ആയതുകൊണ്ട് അന്നാണ് നമ്മൾ കലണ്ടറിൽ 1-ാം തീയതിയായിട്ട് കണക്കാക്കുന്നത്. വിഷു സംക്രമം നടക്കുന്ന ആ സമയത്ത് ഏത് നക്ഷത്രത്തിലാണ് വിഷു സംക്രമം നടക്കുന്നത് എന്നുള്ളത് കണക്കാക്കി, അതുപോലെ തന്നെ ആ സമയത്തുള്ള കരണം ഏതാണ് എന്ന് കണക്കാക്കിയാണ് നമ്മൾ വിഷുഫലങ്ങൾ ക്രമീകരിക്കുന്നത്, നക്ഷത്രങ്ങളുടെ വിഷുഫലങ്ങൾ ക്രമീകരിക്കുന്നത്. ഈ വിഷുഫലം എന്ന് പറയുന്നത് ചെറിയൊരു സംഭവമല്ല. ഒരു രാജ്യത്തിൻ്റെയും ഒരു ഗ്രാമത്തിൻ്റെ, അതായത് ഒരു ജനപദത്തിൻ്റെ ഒക്കെ ഒരു വർഷത്തെ അനുഭവങ്ങൾ പ്രവചിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് വിഷുഫലം പറയുക എന്നുള്ളത്. നമ്മളിവിടെ നക്ഷത്രഫലം മാത്രമാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ കരണം എന്ന് പറഞ്ഞാൽ ഒരു തിഥിയുടെ പകുതിയാണ്. തിഥി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന പ്രഥമ, ദ്വിതീയ, തൃതീയ അങ്ങനെ പോകുന്നതാണ് തിഥി എന്ന് പറയുന്നത്. അതിൻ്റെ പകുതി സമയം ആണ് ഈ കരണം എന്ന് നമ്മൾ പറയുന്നത്. സമയം ഗണിതം വളരെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം അശ്വതി നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. ഈ വർഷത്തെ വിഷു സംക്രമം ചോതി നക്ഷത്രത്തിലായതുകൊണ്ട് അശ്വതി നക്ഷത്രം മധ്യഷഡ്ക നക്ഷത്രമായിട്ടാണ് ഈ വർഷത്തെ വിഷുഫലത്തിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സംക്രമ നക്ഷത്രത്തെ അടിസ്ഥാനമായിട്ട് ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം, ആദിഷഡ്കം, മധ്യഷഡ്കം, അന്ത്യഷഡ്കം, ഇത്രയും ഗണങ്ങളായിട്ട് നമ്മൾ വിവിധ നക്ഷത്രങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഓരോ ഗ്രൂപ്പിനും ആ സംക്രമ നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തി വിവിധങ്ങളായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. അതിൽ അശ്വതി നക്ഷത്രം മധ്യഷഡ്ക നക്ഷത്രമായിട്ടാണ് വരുന്നത്. മധ്യഷഡ്ക നക്ഷത്രക്കാർക്ക് അനുകൂലമായ വിഷുഫലമാണ് ഈ വർഷം ഉണ്ടാകുന്നത്. വർഷത്തിൻ്റെ ആദ്യം സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകും. പിന്നീട് അല്പം വിഷമതകളൊക്കെ അനുഭവപ്പെട്ടേക്കും. തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകാൻ യോഗമുണ്ട്. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്തേക്കൊന്ന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുന്ന ഒരു സമയമാണ്. ബിസിനസ് രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്രതീക്ഷിത നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. വർഷത്തിൻ്റെ മധ്യത്തോടെ വരവിലധികമായ ചെലവുകൾ ഉണ്ടാകും. ജോലി ചെയ്യുന്നവർക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ആരോഗ്യനില മെച്ചപ്പെടുന്നതാണ്. എതിരാളികളുടെ ഉപദ്രവങ്ങൾ വളരെ കുറയുന്നതാണ്. വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ വിഷുഫലം കൊണ്ടുള്ള പ്രത്യേകത, അശ്വതി നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആകാം, ശ്രദ്ധ പല സ്ഥലത്തേക്ക് ചിതറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക, മാതാപിതാക്കളും ശ്രദ്ധിക്കുക. കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിഷുഫലം വളരെ ഗുണകരമാണ്. വർഷമധ്യത്തിന് ശേഷം ബന്ധുജന കലഹം, അനാവശ്യ ചെലവുകൾ, കാര്യതടസ്സം, ഉദരരോഗം, ദേശസഞ്ചാരം ഇവ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. വാഹനം മൂലം ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം. ശത്രുഭയമോ യാത്രാക്ലേശമോ ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അലസത അല്പം ബുദ്ധിമുട്ടിക്കുന്നതാണ്. കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യാൻ പറ്റാതെ ഒരു അലസത അനുഭവപ്പെടും. മനോവിഷമങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനകത്ത് പൊതുവേ അനുകൂലമാണ് എങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തന്നെ പ്രശ്നങ്ങൾ കൊണ്ടാണ്, ശ്രദ്ധക്കുറവും അലസതയും കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഇനി നമുക്ക് ഈ വിഷുഫലം നോക്കുമ്പോൾ
ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മധ്യഷഡ്ക നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ. മധ്യഷഡ്ക നക്ഷത്രമായതുകൊണ്ട് അശ്വതിയുടെ ഫലങ്ങളാണ് പറഞ്ഞത്. ഇനി അശ്വതി നക്ഷത്രം വരുന്നത് മേടം രാശിയിലാണ്. ഈ മേടം രാശിക്ക് എങ്ങനെയാണ് സാമ്പത്തികാവസ്ഥ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആയം വ്യയം, ആയം എന്ന് പറഞ്ഞാൽ വരവ്, വ്യയം എന്ന് പറഞ്ഞാൽ ചെലവ്. അപ്പോൾ ആയവും വ്യയവും നോക്കുന്ന ഒരു പതിവുണ്ട്. അതനുസരിച്ച് മേടൻ രാശിക്ക് ആയം കുറവാണ്, വ്യയം കൂടുതലുമാണ്. ആയം വളരെ കുറവായിട്ടാണ് വരുന്നത്, വ്യയം കൂടുതലുമായതുകൊണ്ട് ചെലവ് വർദ്ധിക്കുന്നതാണ്. കന്തായ ഫലം നോക്കുമ്പോൾ, കന്തായ ഫലം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചുകൊണ്ടുള്ള ഫലമാണ്. ആ കന്തായ ഫലം നോക്കുമ്പോൾ 5, 2, 3 എന്നിങ്ങനെയാണ് വരുന്നത്. അതായത് ആദ്യത്തെ 4 മാസം 5 എന്ന സംഖ്യയുടെ ഫലങ്ങൾ, അതിനുശേഷം ഉള്ള 4 മാസം 2 എന്ന സംഖ്യയുടെ ഫലങ്ങൾ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 4 മാസം 3 എന്നുള്ള സംഖ്യയുടെ ഫലങ്ങൾ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ മേടം, ഇടവം, മിഥുനം, കർക്കടകം ഈ 4 മാസങ്ങളിൽ സുഭിക്ഷത ഉണ്ടാകും, 5ആണ്. ചിങ്ങം മുതൽ 4 മാസങ്ങൾ സുഖദുഃഖ സമ്മിശ്രമായിരിക്കും. എന്ന് പറഞ്ഞാൽ വലിയ സുഖവും ഇല്ല, വലിയ ദുഃഖവും ഇല്ല, എന്നാൽ ഇത് രണ്ടും കുറേശ്ശെ ഉണ്ട്. ധനു, മകരം, കുംഭം, മീനം ഈ 4 മാസങ്ങൾ ഗുണകരമായിരിക്കും, 3ആണ് സംഖ്യ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഗ്രഹചാര ഫലമാണ്. അപ്പോൾ ആയവും വ്യയവും നോക്കി, കന്തായ ഫലങ്ങൾ നോക്കി, നക്ഷത്രം ഗണം ഏതാണ് എന്ന് നോക്കി, മധ്യഷഡ്കമാണെന്ന് മനസ്സിലായി. ഇനി ചന്ദ്രരാശിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഗ്രഹചാര ഫലം കൂടിയാണ് നോക്കാനുള്ളത്. അപ്പോൾ ഗ്രഹചാര ഫലം നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഗ്രഹാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പം 7ാം ശനിയുടെ തുടക്കവും വ്യാഴൻ 2ലും 3ലും 4ലും പിന്നെ തിരികെ 3ലുമായിട്ട് സഞ്ചരിക്കുന്ന അവസ്ഥയുമാണ്. അതായത് വ്യാഴം അതിചാരത്തിൽ സഞ്ചരിക്കുന്ന ഒരു വർഷമാണ് ഈ 2025 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 3ാം ഭാവത്തിലും 4ാം ഭാവത്തിലും വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് ഫലദാനശേഷി വളരെ കുറഞ്ഞിരിക്കും. 3, 6, 8, 12 സ്ഥാനങ്ങളിലൊന്നും വ്യാഴം വലിയ ഫലദാനം നൽകുന്നില്ല, അധികം ഗുണഫലം നൽകുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് 4ാം ഭാവത്തിലും വ്യാഴം അത്ര ഗുണകരമല്ല. അതുപോലെ തന്നെ പിന്നെ കേതു 5ലേക്ക് വരുന്ന ഒരു വർഷമാണ്, അതും ഗുണകരമല്ല. രാഹു പക്ഷേ 11ലേക്ക് വരുന്നത് ഗുണം ചെയ്യുകയും ചെയ്യും. രാഹു മെയ് മാസം ആകുമ്പം കുംഭത്തിലേക്ക് നീങ്ങും, അത് ഗുണകരമായിട്ട് വരും. എങ്കിലും നമുക്ക് വ്യാഴത്തിൻ്റെ ശനിയുടെയും ഗ്രഹചാര ഫലങ്ങളാണ് വിഷുഫലത്തിൽ പ്രധാനമായിട്ട് നോക്കാറുള്ളത്. അപ്പോൾ സന്താനങ്ങൾക്ക് ഗുണകരമല്ല എന്ന് പറയുന്നത് കൊണ്ട് അതിനുള്ള പരിഹാരങ്ങളും കൂടെ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ അശ്വതി നക്ഷത്രക്കാർ ഈ വർഷം ചെയ്യേണ്ട പൂജകളും പ്രാർത്ഥനകളും വഴിപാടുകളും എന്താണെന്ന് നോക്കാം. വഴിപാടുകൾ എന്ന് പറയുമ്പോൾ പലർക്കും ഒരു എതിർപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിലെയും പള്ളികളുടെയൊക്കെ ഒരു സിസ്റ്റം കൊണ്ടാണ്. ഓരോരുത്തർ അവരവരുടെ സർക്കിൾസ് ഉണ്ടാക്കി, ഒരു പരിധികളുണ്ടാക്കി അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. എങ്കിലും ദൈവത്തെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സലായിട്ടുള്ള കാര്യമാണ് എല്ലാ രാജ്യങ്ങളിലും, എല്ലാ ജനസമൂഹങ്ങളിലും. അപ്പോൾ നമുക്ക് പ്രാർത്ഥന വർദ്ധിപ്പിക്കാം. വഴിപാടുകൾ എന്ന് പറയുന്നത് നമ്മൾ പ്രതീകാത്മകമായിട്ടുള്ള സമർപ്പണങ്ങളാണ്. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. പക്ഷേ നമ്മൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഭൗതികമായ എന്തെങ്കിലും ഒരു വസ്തു സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ദൈവത്തിങ്കിലേക്ക് അത് കൊടുത്തു എന്നുള്ളത് മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നത്. അപ്പോൾ അതാണ് ഈ വഴിപാടിൻ്റെ ഉദ്ദേശം, അല്ലാതെ കുറേ പണം ചെലവഴിക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഈ അശ്വതി നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകൾ ഗണപതി പ്രീതികരങ്ങളായ കർമ്മങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ടത്. അത് 2 ഗുണമുണ്ട്. അശ്വതി നക്ഷത്രക്കാരുടെ അശ്വതി മകം മൂലം നക്ഷത്രക്കാർ ഗണപതിക്കാണ് ഏറ്റവും കൂടുതൽ വഴിപാട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ കേതുവിൻ്റെ ദോഷം മാറാനും ഗണപതി പ്രീതികരങ്ങളായ കർമ്മങ്ങൾ വളരെ പ്രധാനമാണ്. കേതു 5ലേക്ക് വരുന്നതിൻ്റെ ദോഷങ്ങൾ മാറാനും അത് ഗുണകരമാണ്. അശ്വതി നാളിലും അനുജന്മ നക്ഷത്രങ്ങളായ മൂലം, മകം നാളുകളിലും ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ പക്കപ്പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്താൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. ഇല്ലെങ്കിൽ പിറന്നാൾ ദിവസമെങ്കിലും ഗണപതി ഹോമം നടത്താനായിട്ട് ശ്രദ്ധിക്കുക. അശ്വതി നക്ഷത്രവും ചൊവ്വാഴ്ചയും ഒത്തുവരുന്ന ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും നല്ലതാണ്. ചൊവ്വ, വ്യാഴം, സൂര്യദശകൾ, ചൊവ്വദശ, വ്യാഴദശ, സൂര്യദശ ഈ 3 ദശകളിൽ ഏതെങ്കിലുമാണ് ഇപ്പോഴുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനകൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്.
ഏഴരശനി തുടങ്ങുന്നത് കൊണ്ട് ശാസ്താവിനെ നിത്യവും ഭജിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ശാസ്ത്രപ്രീതികരങ്ങളായ മന്ത്രങ്ങൾ, സ്തോത്രങ്ങളൊക്കെ ജപിക്കുക. അതുപോലെ ശനീശ്വരനെയും ഭജിക്കുക. കേതു പ്രീതി വരുത്താനായിട്ട് ഗണേശ്വരൻ്റെ മന്ത്രങ്ങൾ ജപിക്കുക. ചൊവ്വയുടെ പ്രീതിക്കായിട്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെയും ഭദ്രകാളിയുടെയും ദുർഗാദേവിയുടെയൊക്കെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ്. രോഗാവസ്ഥ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശിവന് ധാരയും പിൻവിളക്കും സമർപ്പിക്കുക. കൂവളമാല കൂടെ സമർപ്പിച്ചാൽ രോഗാവസ്ഥ വളരെയേറെ കുറയുന്നതാണ്. അതുപോലെ പരാജയമുണ്ടാകുന്ന സമയത്തും ഈ വില്വദളങ്ങൾ കൊണ്ട്, കൂവളത്തിലകൾ കൊണ്ടുള്ള അർച്ചനകൾ ചെയ്യുന്നത് നല്ലതാണ്. എന്തെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, അതിനകത്ത് തോൽവി ഉണ്ടാകുമോ എന്നൊരു ഭയം ഉണ്ടാകുമെങ്കിൽ ആ ഭയം മാറാൻ വേണ്ടിയിട്ട് മഹാദേവന് കൂവളമാല സമർപ്പിക്കുന്നത്, അല്ലെങ്കിൽ കൂവളത്തിലകൾ കൊണ്ട് അർച്ചന സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്. അശ്വതി നക്ഷത്രക്കാർക്ക് വർഷം മോശമല്ല വിഷുഫലം കൊണ്ട്. പക്ഷേ ഗ്രഹചാര ഫലം കൂടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ ഒരു സമ്മിശ്ര ഫലം പോലെ അനുഭവപ്പെടുന്നുണ്ട്. ഈ ശനി 12ലേക്ക് വരുന്നു, 7.5 ശനി തുടങ്ങുകയാണ്. വ്യാഴമാണെങ്കിൽ ദോഷസ്ഥാനങ്ങളിലേക്ക് നീങ്ങിപ്പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വഴിപാടുകൾ ചെയ്യുക. വിഷുഫലം കൊണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് വലിയ ദോഷം വരുന്നില്ല. കാരണം മധ്യഷട്ക നക്ഷത്രമായതുകൊണ്ട്. ഇതാണ് അവരുടെ ഫലം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നൽകുന്ന സഹകരണത്തിന് ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.